പെപ്കോ പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൊളുബ്രീനം അല്ലെങ്കിൽ ബ്രസീലിയൻ തിപ്പല്ലി എന്ന് പറയുന്ന ഈ ഒരു ചെടി നമ്മൾ നട്ടു കൊടുക്കേണ്ട രീതിയും അതിലേക്ക് പോട്ടി മിശ്രിതം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു നമ്മുടെ ചാനലിൽ കുരുമുളകിന്റെ വീഡിയോസ് ആണ് നമ്മൾ കൂടുതലായി ചെയ്യുന്നത്, കുരുമുളകും കാപ്പിയും. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇനി നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇവിടെ നമ്മളെ വീടിന് ചുറ്റും പിന്നെ ഫുള്ള് കുറ്റിക്കുരുമുളകാണ്. അതുപോലെ തന്നെ കയറ്റവള്ളികൾ നമ്മളിവിടെ പിന്നെ ഒരു മാസം കൊണ്ട് 1 മീറ്റർ വള്ളിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഓപ്പണിലാണ് കൃഷി ചെയ്യുന്നത്. മഴമറ കാര്യങ്ങൾ AC ഒന്നും ഇല്ലാത്തൊരു കൃഷിയിടമാണ്. ഇവിടെ നമ്മുടെ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഗേളുബ്രീനം എന്നുള്ള ചെടിയിലാണ്. അപ്പോൾ ഇതുവരെ ഇപ്പോൾ 6 വർഷത്തോളമായി ഇവിടെ ഇങ്ങനെ പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള കുറ്റിക്കുരുമുളക് ഇവിടെ ചെയ്തിട്ട് ഗേളുബ്രീനത്തിൽ ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ ഒരു കേടോ കാര്യങ്ങളോ അതിന് കാണുന്നത്. ഇത് കുറേ കാലം നിലനിൽക്കും എന്നുള്ളതാണ്, നമ്മളെ ഈ കൃഷി രീതിയിൽ നിലനിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഉറപ്പ്. ഇതുവരെ കയറ്റവള്ളിയാണ് 35 അടി 40 അടിയായ വള്ളികളുണ്ട് കയറ്റവള്ളി. അപ്പോൾ അതിനൊന്നും ഒരു ട്രബിൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൃഷി രീതി നമ്മളെ കൃഷി രീതി പിന്നെ മാറ്റമുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് തന്നെ വളം ഉണ്ടാക്കുന്നു, അങ്ങനെ ചെയ്യുന്നത്. രാസവളങ്ങൾ കീടനാശിനി ഇവിടെ ഉപയോഗിക്കാറില്ല. തിപ്പല്ലിയിൽ ഒറ്റ ഗ്രാഫ്റ്റിലാണ് കുരുമുളക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്ര റൗണ്ടും അതുപോലെ തന്നെ ഇത്തിരി അടുപ്പിച്ച് നമുക്കൊരു മതിൽ പോലെ നമുക്ക് കൊണ്ടുവരുന്നു. ഗേളുബ്രീനം എന്ന ചെടി വേര് പിടിപ്പിച്ച അത് മുതലുള്ള ഇതാണ് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് വരെയുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇങ്ങനത്തെ ഒരു തണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കും. നല്ല വെള്ളം നിറച്ചിട്ട് ഇങ്ങനത്തെ ഒരു കുപ്പിയിലിട്ടാലും മതി. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മുള വരും. മുള വന്ന് കുറച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആദ്യം ഇതിന് മുള വന്നിട്ട് ഇല വന്നതിന് ശേഷമാണ് ഇത് വേര് വരുന്നത്. ഏകദേശം 1 മാസം കൊണ്ട് ഇങ്ങനെ ആയി കിട്ടും. 1 മാസം കൊണ്ടായി കിട്ടും. ഇനി നമ്മള് ഇത് പോട്ടി മിശ്രിതം നിറച്ചിട്ട് എങ്ങനെയാണ് കവറിലേക്ക് മാറ്റുന്നത് നോക്കാം. ഇവിടെ പോട്ടി മിശ്രിതം നിറയ്ക്കുന്ന ഒരു രൂപം കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. ഇത് നമുക്ക് മേൽമണ്ണാണ്. ഇത് മേൽമണ്ണ്, ഇത് കൊക്കോപിറ്റ്, ബയോപിറ്റ് എന്ന് പറയും. ഇത് മണൽ, ഇത് നമ്മളെ കരിയിലപ്പൊടി, ഇത് നമ്മളെ ചാണകപ്പൊടി. ഇതെല്ലാം നമുക്ക് മിസ്സാക്കണം. ഇത് നമുക്ക് പിന്നെ ഇത് മാത്രം കുറച്ച് മതി. ഈ കോഴിമുട്ട കൊണ്ട് മാത്രം കുറച്ച് മതി. ഒരേ അളവിനെടുത്തിട്ട് ഇതാ ഇങ്ങനെ മിസ് ചെയ്യുക. ഇങ്ങനെ മിസ് ചെയ്യുക. കോഴിമുട്ടത്തോണ്ടും അതിൽ കൊണ്ടിട്ട് ഇങ്ങനെ മിസ് ചെയ്യുക. ഇത് പെട്ടെന്നാവും കേട്ടോ ഈ ഒരു സമ്പ്രദായത്തിൽ ചെയ്താൽ. അപ്പോൾ നമുക്ക് കുറേ ദിവസത്തെ ഫുഡ് ഉണ്ടാവും ഇതിനകത്ത്. ഈ ചെറിയ കവറിൽ അത് 5 കവറാണ്. ഇത് 5 കവർ. ഈ 5 കവറിലേക്ക് നമ്മൾ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് ഇതാ ഇങ്ങനത്തെ വേരുള്ള ഭാഗം പയ്യെ ഇതിനകത്ത് വയ്ക്കുക. ഇതിനകത്ത് വെച്ചിട്ട് ഇതിങ്ങനെ വാരിടുക. വാരിടുമ്പോൾ ഒന്ന് ടൈറ്റ് ആക്കുക. ഇത് നമുക്ക് 2 മാസം കൊണ്ട്, ഈ രീതിയിലാണെങ്കിൽ, ഈ പോട്ടി മിശ്രിതമാണെങ്കിൽ നമുക്ക് 2 മാസം കൊണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്യാനെടുക്കാം. ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ 10 കവറിലേക്ക് മാറ്റും. ഇനി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുരുമുളകിൻ്റെ കമ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കമ്പ് സൈഡ് ബ്രാഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ കമ്പ് എടുക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ കമ്പെടുത്ത് അപ്പോൾ എത്ര തിരിയാതെ വരുന്നത് നോക്കിയേ. ഇത് പിന്നെ കുറ്റിക്കുരുമുളകിനുള്ള ഇതാണ്.
കുറ്റിക്കുരുമുളകിനുള്ള ആണോ? കുറ്റിക്കുരുമുളക് ബ്രാഞ്ചസ് ആണ് എടുത്ത്. അപ്പൊ ഇങ്ങനത്തെ ഈ ഷേപ്പിൽ ഇങ്ങനെ 2 ഉള്ളത് എടുക്കാല്ലേ? ഇതിൽ തിരി വരുന്നത്. അപ്പൊ ഇതിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തിരി അതേപോലെ തന്നെ ഇല്ല 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 ഉണ്ടാവില്ല, പൊഴിഞ്ഞു പോകും. അല്ല ചിലവർ അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കർഷകർ വെറും വഞ്ചിതരാവാണ്. എങ്ങനെ? കാരണം ഇതുപോലെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പിന്നെ പോളി ഹൗസിൻ്റെ ഉള്ളിൽ, അതായത് AC-ൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ശരിയാക്കി എടുക്കാം. പക്ഷെ അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ഈ AC-ൻ്റെ ഉള്ളിൽ, അതായത് പോളി ഹൗസിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് മരുന്ന് കൊടുത്താൽ ഇങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ ഇതിന് അധികം പിന്നെ ഈ തിപ്പല്ലിക്ക് അധികം ആരോഗ്യം ഉണ്ടാവില്ല. അതിനകത്ത് ഇത് ഫിറ്റ് ചെയ്തിട്ട് ഒരു 10-20 ദിവസം കൊണ്ട് തന്നെ നമുക്ക് തിരി വരുന്നവരൊക്കെ കാണും. അപ്പോൾ അത് കർഷകർ കൊണ്ട് വെക്കുമ്പോൾ ഇവിടെ നോക്കിയാൽ കാണും ഒരു മഞ്ഞളിപ്പ് പോലെ, അത് വാഴൂല. വെറുതെ കർഷകർ കൊണ്ടുപോകുക എന്നല്ലാതെ അത് രക്ഷപ്പെടില്ല. അപ്പോൾ അങ്ങനെ കുറേ കർഷകർ ഈ പിന്നെ നഴ്സറികളിലൊക്കെ പോയിട്ട് എടുക്കുമ്പോൾ കുറേ അങ്ങനെ അബദ്ധം പറ്റാറുണ്ട്. അപ്പോൾ ഒരിക്കലും വളരെ ശ്രദ്ധിക്കുക. അത് ഇപ്പോൾ നമ്മളവിടെ ചെയ്യുമ്പോൾ കാണിച്ചാൽ ഇവിടെ ഈ 2 സൈഡ് മഞ്ഞളിപ്പോ വലിയ കറുപ്പോ വന്നാൽ അത് നിങ്ങൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ. ആ കെട്ടിൻ്റെ ഭാഗത്ത് മഞ്ഞളിപ്പോ ചെറിയൊരു മഞ്ഞളിപ്പ് ഉണ്ടായാൽ മതി, പിടിക്കില്ല. കുറേ കഴിയുമ്പോൾ അത് പോകാൻ സാധ്യത, ചീഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ്. ഞങ്ങൾ എടുക്കാൻ പോവുകയാണ്. ഇത് കുറ്റിക്കുരുമുളക് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ചെടികൾക്ക് ഇത്ര പ്രായം വേണമെന്നുണ്ടോ? അതൊന്നുമില്ല. അപ്പൊ എത്ര മാസം ഇതിൽ 1 വർഷം ആയിട്ടില്ലല്ലോ ഈ കൊടി, അപ്പൊ തന്നെ നമുക്ക് ബ്രാഞ്ചസ് വന്നതിലാണ് എടുക്കുക. തിപ്പല്ലി തിപ്പല്ലിനെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ വള്ളി നമ്മൾ ഇതിലേക്ക് ഇത് പെട്ടെന്നാക്കും. ഇപ്പോൾ വെച്ചിട്ടുള്ളൂ, ഒരു 17 ദിവസം കൊണ്ട് നമുക്ക് ഈ വള്ളിനെ മാറ്റിയെടുക്കാം. അതിന്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഇതാ ഉണ്ട്. ഇതാ ഞങ്ങൾ കയറ്റവള്ളിക്ക് എടുക്കുന്നത്. ഇതാണ് കയറ്റവള്ളിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഇത് എടുക്കുമ്പോഴേ തിരി ഇടണം എന്നൊന്നും നിർബന്ധമല്ലല്ലോ? ഇത് തിരി ഇട്ട വള്ളീൻ്റെ നമ്മൾ തലഭാഗം ഇട്ടതാണ് ഒന്നുകൂടി, അപ്പോൾ ഒന്നും കൂടി എടുക്കുകയാണ്. അപ്പൊ ഇതില് തിരി ഇട്ടില്ലല്ലോ? ഇതിന്റെ ആദ്യത്തെ തിരി ഇട്ടു, പിന്നെ അവിടുന്ന് മോൾ ഭാഗം എടുത്തിട്ട് ഇതിനിട്ട് കൊടുത്താണ്. ഇത് കണ്ടില്ലേ, നമ്മൾ ഈ 1 മീറ്റർ ആയ വള്ളി ഇട്ടത് ഇതിന്റെ അടിയിൽ നിന്നും പൊട്ടിയതാണ് ഇത്. ഇതാ ഇങ്ങോട്ട് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇത് തിരി ഇട്ടു. ഇതിപ്പോൾ വെച്ചിട്ട് 1 മാസമായിട്ടില്ല. ഇതാ തിരി വന്നു. നല്ല കരുത്തുള്ള തൈകൾ നോക്കിയിട്ട് നമ്മൾ എടുക്കുക. ഇതാ ഇങ്ങോട്ടേക്കാണ് നമ്മൾ ചെയ്യാൻ, ഇതിനാണ് സ്പീഡ് കൂടുക. മുകളിലേക്ക് ഇതേപോലെ ആക്കി വെച്ചിട്ട് ഇലകളുടെ പകുതി വരെ കളയണം. തിരികൾ കളയുക. ഇത് കുറ്റിക്കുരുമുളകിന്റെ ഇതല്ലേ? ഇതാ ഇത്. ഇത് രണ്ടിനും ഒരേ മൂപ്പ് ആവണം അല്ലേ? ഒരു സെയിം മൂപ്പായിരിക്കണം. കോളിബ്രീനത്തിനും. എന്നിട്ട് അതിനെ നമ്മൾ ഇതാ ഇങ്ങനെ വള്ളീൻ്റെ ഇത് വെച്ചിട്ട് ഇതേപോലെ കീറുക. ഇതാണ് ഇതേപോലെ ഇറക്കി കൊടുക്കുക. ഈ രീതിയാണ് പെട്ടെന്നാകുന്നത്, നമുക്ക് പെട്ടെന്നാകുന്നത്. ഇങ്ങനെ ഇതിന് നമ്മളിതാ ഇത് ടാപ്പ് കൊണ്ട് ഇതിനിങ്ങനെ ആദ്യം ഒരു മീഡിയം സൈസ് ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് ലേശം ഒന്ന് വലിച്ചിട്ട് ഇതിനൊന്ന് വലിച്ച് ടൈറ്റാക്കി കൊണ്ടുവരും. ഗ്രാഫ്റ്റ് തൈ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ നോക്കണം. അപ്പോൾ ഇതാ ഇതിൻ്റെ ഇവിടെ മഞ്ഞ കളറോ കറുപ്പോ വന്നിട്ടുണ്ടെങ്കിൽ ആ വള്ളി എടുക്കരുത്. തൽക്കാലം നമ്മൾ നഴ്സറിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോഴൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും. നമ്മൾ കൊണ്ടുവച്ച് നമ്മളൊരു ചട്ടിക്കകത്തോ അല്ലെങ്കിൽ നിലത്തോ വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് ഇതിവിടെ ഒടിഞ്ഞ് അല്ലെങ്കിൽ ചീഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ്.
പിന്നെ നല്ല വേരുകൾ ഉണ്ടാവണം, നല്ല ആരോഗ്യമുള്ള ഇത് നോക്കിയിട്ടെടുക്കുക. ഈ വണ്ണം കുറഞ്ഞതും ഈ ഉറപ്പില്ലാതെ ഈ ബലക്കുറവുള്ളതിലൊക്കെ ചെയ്തവരുണ്ടാവും. അത് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മുന്നോട്ടേക്ക് പിടിച്ചു കിട്ടാൻ വിഷമമായിരിക്കും. നമ്മൾ വള്ളിക്കുരുമുളകിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ നല്ല വെള്ളം കയറി മറിയുന്നിടത്തേ നല്ല പൊക്കത്തിൽ കെട്ടി നിൽക്കുന്നുണ്ടാവും വെള്ളം. അപ്പോൾ ഇതേപോലെ ലേശം പൊക്കത്തിലുള്ളതിൽ ചെയ്ത് കൊടുത്താൽ ഇടുന്നത്. ഇത് തണലത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. പിന്നെ നനച്ചു കൊടുക്കണം. ഇപ്പോൾ നനച്ചു കൊടുക്കണം. ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നമ്മൾ ഒരു ബക്കറ്റിലേക്ക് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ കുറച്ച് നേരം ഒരു 2 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷമാണ് നമ്മളിത് തണലത്തേക്ക് മാറ്റി വെക്കുന്നത്. ഇത് നമ്മൾ തണലത്തോട്ട് നല്ല തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക. 2 നേരം നനച്ചു കൊടുക്കുക. അതൊന്ന് പിന്നെ കൂമ്പെടുക്കുന്നവരെ. കവറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അത് പിന്നെ കുറച്ച് ദിവസം വെച്ചിട്ട് പിന്നെ നമുക്ക് വലിയ കവറിലൊക്കെ അതിൽ നേർക്ക് നടുക. അപ്പോഴത്തെ നമ്മൾ തൈ ഏകദേശം ഈ കണ്ടീഷൻ 16 കവറിലേക്ക് വെക്കുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പോഴും ഈ പോട്ടി മിശ്രിതം നിറച്ചിട്ടല്ലേ വെക്കേണ്ടത് വാപ്പിച്ചേ? ഈ കണ്ടീഷനിലാണ് തിരി വന്നിട്ട്. അപ്പൊ അതിലേക്കും ഈ പോട്ടി മിശ്രിതം തന്നെയല്ലേ? ഈ പോട്ടി മിശ്രിതം തന്നെ നിറച്ചാൽ മതി. അത് നിറച്ച് പിന്നെ നമ്മൾ ചട്ടിയിൽ വെച്ച് പെട്ടെന്നാവും. ഇതേപോലെ ഇപ്പം തിരി വന്നു തുടങ്ങി. ഇതിൻ്റെ കരുത്തും ഇത് തിരി വരുന്ന രംഗമാണ്. കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതും അതുപോലെ പോട്ടി മിശ്രിതം നിറയ്ക്കുന്നതുമായിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുപോലെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.